ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പൊട്ടറ്റോ ഫിംഗേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് 2 വലിയ പൊട്ടറ്റോ, ഒരു വലുതും ചെറുത് 400 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ഈ പൊട്ടറ്റോ എടുത്തിട്ട് നല്ല രീതിയിൽ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അടുപ്പത്ത് ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പൊട്ടറ്റോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് നന്നായി വെള്ളം വാർന്ന് കളയാനായിട്ട് അവിടെ വെക്കാം. ഈ സമയത്ത് നമ്മൾ വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവറും 1/2 കപ്പ് അരിപ്പൊടി എടുക്കുന്നത് മിസ്സിംഗ് ആണ് വീഡിയോ, അരിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി, നല്ല ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ പൊട്ടറ്റോ ചൂടാറിയിട്ടില്ല, നല്ല രീതിയിലൊന്ന് മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടി ഒക്കെ പൊടികളുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കൈമ ഒട്ടാത്തൊരു ഒരു ഇതുണ്ടല്ലോ പാകം, അതിൽ വേണം ഈ അരിപ്പൊടിയും ഇത് മിക്സ് ചെയ്തിട്ടും കൈമ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരിപ്പൊടി കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റണം, ആ രീതിയിലേക്കുള്ള രീതിയിൽ നമ്മളിത് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവിൻ്റെ ഒരു ഇതിൽ കേട്ടോ. അത്രയും കട്ടിയൊന്നും വേണ്ട, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഈ ഷേപ്പിലാക്കി വെക്കണം. ഫിംഗേഴ്സ് ആണല്ലോ, അപ്പോൾ ഈ ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി വയ്ക്കും. ഇത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. എൻ്റെ മോളെയും വിളിച്ച് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് അത് ചെയ്തത്. ഒരു അടുപ്പത്ത് പാൻ വെച്ചിട്ട് നോർമലി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ നല്ല രീതിയിൽ എണ്ണ ചൂടായി ഇവിടെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ ഫിംഗേഴ്സ് എല്ലാം അതിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ഇതാ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫിംഗേഴ്സും ഇതുപോലെ തന്നെ നമ്മൾ വറുത്ത് കോരുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ഇവിടെ നമ്മളുടെ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ചോറിൻ്റെ കൂടെയും കൊടുത്തയക്കാൻ പറ്റുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ്, ടൊമാറ്റോ സോസൊക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി നോക്കും, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെ പൊട്ടറ്റോ ഫിംഗേഴ്സ് എങ്ങനെയുണ്ട്, കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും ടേസ്റ്റാണ്. നല്ല ജീരകവും കുരുമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നൂഡിൽസ് മസാല ഇട്ട് കൊടുക്കുന്നത്, കുട്ടികൾക്ക് അത് ഇഷ്ടമാണല്ലോ, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു.